ഹലോ ഫ്രണ്ട്സ്, അഗലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാധമ്മ ഋതിയെ കണ്ടിട്ട് യാതൊരു സ്നേഹപ്രകടനവും നടത്തുന്നില്ല. രാധമ്മയുടെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം. അത് കണ്ടിട്ട് ഋതികയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഋതിക പെട്ടെന്ന് വീണ്ടും രാധമ്മയുടെ കൈക്ക് പിടിക്കുവാണ്. എന്തു പറ്റി രാധമ്മ, എന്താ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ രാധമ്മയ്ക്ക് ഒരു ചിരിയും വരാതെ പെട്ടെന്ന് ഋതികയുടെ കൈ രാധമ്മ പിടിച്ചങ്ങ് തള്ളി മാറ്റുവാണ്. അതുകൊണ്ട് ഋതിയെ അങ്ങ് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ഇത് രാജുവും കാണുന്നുണ്ട്. രാജുവിനും വല്ലാത്ത വിഷമമാകുന്നു. എന്താ അമ്മ ഇങ്ങനത്തെ വിവരക്കേട് കാണിക്കുന്നത് എന്നിങ്ങനെ രാജു മനസ്സിൽ ചിന്തിക്കുവാണ്. രാധമ്മ ഇങ്ങനെ ഋതികയോട് ചെയ്യുന്നത് കണ്ടിട്ട് പ്രിയയ്ക്കും ജയനും രമ്യയ്ക്കോട് അമ്മയ്ക്കൊക്കെ അങ്ങ് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. അതവർ ഋതിയെ നോക്കി ശരിക്കും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാജു ഇങ്ങനെ രാധമ്മയെ ഒരു വല്ലാതെ നോട്ടം നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് പെട്ടെന്ന് രാധമ്മ ഋതിയോട് പറയുന്നു, അതെനിക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്കൊരു പനിയുടെ ലക്ഷണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. ഋതിക സങ്കടത്തോടെ രാജുവിനെ നോക്കുന്നു. രാജു പറയുന്നു, മേഡം കൂടുതൽ അമ്മയോട് സംസാരിക്കാൻ പോകണ്ട, അമ്മയ്ക്ക് ചിലപ്പോൾ പനി കാണുമായിരിക്കും. മേഡം ഇങ്ങോട്ടൊന്ന് പൂക്കളം കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. അത് കേട്ടുകൊണ്ട് രമ്യ പറയാം, ഞാനും വന്ന് പൂക്കളം ഇട്ടോട്ടെ രാജു, അതിനെന്നോടെന്തിനാ ചോദിക്കുന്നത്, വേണ്ടവർ വന്ന് ഇട്ടോണം എന്നിങ്ങനെ രാജു ദേഷ്യത്തിൽ പറയുന്നുണ്ട് രമ്യയോട്. രാജുവിൻ്റെ അമ്മ രാധമ്മയും അവൻ്റെ പെങ്ങളും അവൻ്റെ അളിയനും എല്ലാം ഋതികയെ മനഃപൂർവ്വം അപമാനിക്കാൻ വന്നതാണെന്ന് രാജുവിന് ശരിക്കും മനസ്സിലായി. രാജുവും ഭയങ്കര സങ്കടത്തിലാണ്. രാജു ഇങ്ങനെ ഋതിയെ വിഷമത്തോടെ നോക്കിയിട്ട് മേഡം വന്ന് പൂവിട് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. ജയൻ രാധമ്മയുടെ ചെവിയിൽ വന്നിങ്ങനെ പറയുന്നു, അമ്മേ പതുക്കെ അമ്മ ഇങ്ങനെ അവളെ അങ്ങ് അകറ്റി നിർത്തിയാൽ മതി, പിന്നെ പല പ്രാവശ്യം ആകുമ്പോഴേ ഈ ഭാഗത്തോട്ട് പിന്നെ വരുത്തില്ല. ഇത് രാജു കാണുന്നുണ്ട്. അത്തപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് രമ്യ ഋതിയെ വിളിച്ചോട്ട് മാറ്റി നിന്ന് സംസാരിക്കുക. എന്താ രമ്യ നിനക്ക് എന്നോട് പറയാനുള്ളത്? എന്താ നീ വല്ല വഴക്കിടാനാണോ ഭാവം? നല്ല ഒരു ഓണക്കാലമാണിത്, എനിക്ക് നിന്നോട് വഴക്കിടാനൊന്നും സമയമില്ല എന്നിങ്ങനെ ഋതിയെ പറയുന്നുണ്ട്. അയ്യോ എൻ്റെ ഋതികയെ ഞാൻ വഴക്കിടാനൊന്നും വിളിച്ചതല്ല, എനിക്കാണെങ്കിൽ ഇപ്പോൾ അതിനൊന്നും ഒട്ടും നേരവും ഇല്ല. എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം വേറെ പറയാനുണ്ട്. നിന്നോടൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു രാധമ്മ എന്നോടൊപ്പം ഞാൻ ചേർക്കുമെന്ന്. നീ അത് മറന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നടന്നു. രാധമ്മ ഇപ്പം എന്നോടൊപ്പമാ. ഞാൻ പറയുന്നതേ രാധമ്മ കേൾക്കത്തുള്ളൂ. ഇനി ആ വേണുവങ്കിളിനെ കൂടെ എന്നോടൊപ്പം ചേർക്കും. അപ്പോൾ നീ എന്തു ചെയ്യും? ഇതൊക്കെ കേട്ട് പാവം ഋതിയയ്ക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഋതിയെ നോക്കി അഹങ്കാരത്തോടെ രമ്യ പറയുക, എൻ്റെ ആഗ്രഹങ്ങളെ ഇവിടെ നടക്കത്തുള്ളൂ. ഈ രമ്യ നിനക്ക് ശരിക്കറിയത്തില്ല. നിന്റെ സങ്കല്പങ്ങളെല്ലാം കരിഞ്ഞു പോയിടി. വെന്ത പുണ്ണിലോട്ട് വീണ്ടും എണ്ണ കോരി ഒഴിക്കുന്ന പോലെ രമ്യ ഇങ്ങനെ അവളെ വിഷമിപ്പിക്കുവാണ്. അത് കണ്ടുകൊണ്ട് അംബികയും മകനും അങ്ങോട്ട് വരുന്നുണ്ട്. അംബിക രമ്യയെ ഇങ്ങോട്ടൊന്ന് വന്നേന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അംബികയെ വിളിച്ചിട്ടും അത് മൈൻഡ് ചെയ്യാതെ രമ്യ വീണ്ടും ഋതികയോട് ഓരോന്ന് പറയുവാണ്. അത് കാണുമ്പോൾ അംബികയ്ക്ക് ദേഷ്യം വന്നിട്ട്, രമ്യയെ നിന്നെയല്ലേ വിളിച്ചത്, ഇങ്ങോട്ട് വന്നേ എന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ആവേശം മൂത്ത് രമ്യ രാധമ്മയെ കൊണ്ട് രാജുവും രമ്യയും കൂടെയുള്ള കല്യാണത്തിന് സത്യം ചെയ്യിച്ചതൊക്കെ പറഞ്ഞു കളയുമോ എന്നുള്ള പേടിയായി അംബികയ്ക്ക്. അത് പറയിപ്പിക്കാതിരിക്കാനാണ് അംബിക അവളെ കടന്ന് വിളിക്കുന്നത്. എന്താ അംബിക മേഡം എന്നെ വിളിച്ചത്? എടി നീ മണ്ടത്തരമൊന്നും എഴുന്നള്ളിപ്പിച്ചേക്കരുത് കേട്ടോ. അയ്യോ അതെന്താ? എടി രാധമ്മ നീയും രാജുവായിട്ടുള്ള കല്യാണത്തിന് വാക്ക് തന്ന കാര്യമൊന്നുമേ തൽക്കാലം അവളോട് അതൊന്നും പറയാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല. അവളതറിഞ്ഞാൽ ആ നിമിഷം തന്നെ അവൾ രാജുവിനോട് പറയും. രാജു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാളിയത് തന്നെ. അയ്യോ എൻ്റെ അംബിക മേഡം, ഞാൻ അവളെ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അങ്ങോട്ട് പറയാൻ ഒരുങ്ങിയതായിരുന്നു. എൻ്റെ രമ്യയെ നിൻ്റെയും രാജുവിൻ്റെയും കൂടെ കല്യാണം നടന്നു കഴിഞ്ഞാലേ പിന്നെ അവൾ എന്നേക്കുമായിട്ടങ്ങ് തോറ്റില്ലേ? അപ്പോൾ പറയണ്ടായില്ലേ അംബിക മേഡം? പറയരുത്, പറയാതിരുന്നാൽ നിനക്ക് കൊള്ളാം. പിന്നെ എടാ ദീപക്കെ, നിന്നോടുകൂടി പറയുക, എന്നോട് ആലോചിക്കാതെ വേണ്ടാത്ത ഒരു കാര്യത്തിന് നീ ഇറങ്ങിയേക്കരുത്. നീയായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയായിട്ട് നിനക്ക് തന്നെ തിരിച്ചു കിട്ടും. അമ്മേ ഞാനായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ എൻ്റെ നേരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. ഋതിക കാണുന്നുണ്ട് ഇവർ 3 പേരും ചേർന്ന് എന്തോ വലിയൊരു ഗൂഢാലോചന നടത്തുന്നുണ്ടല്ലോ എന്ന്. ശേഖരൻ പറയുന്നുണ്ട്, എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് ചേർന്നല്ലോ, വളരെ സന്തോഷമുള്ള ഒരു ഓണക്കാലമാണിത്. എല്ലാവരും ചുറ്റിനും നല്ല സന്തോഷത്തോടാണ് നിൽക്കുന്നത്, അംബികയും മകനും ഒഴിച്ച് മാത്രം. അപ്പോഴങ്ങോട്ട് നല്ല സന്തോഷത്തോടെ പുഞ്ചിരിയോടെ പ്രതാപൻ വരുവാണ്. എനിക്ക് 1-2 ഫോൺ കോളുകളുണ്ടായിരുന്നു, അതാ ഇങ്ങോട്ട് എത്താൻ താമസിച്ചത്. അല്ല യാമിനി, അമ്മ എന്തിയേ? അമ്മ ഇപ്പോൾ വരും ചേട്ടാ, അമ്മ പൂജാ റൂമിലാണ്. കൊച്ചമണി പ്രതാപനോട് പറയുന്നു, ഈ ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടായോ വർമ്മ സാറേ? ആരെ പരിചയപ്പെടാനമ്മേ, ഈ ഇരിക്കുന്നവരെ എല്ലാവരെയും എനിക്ക് അറിയാവുന്നതല്ലേ. അയ്യോ അത് ശരിയാണല്ലോ വർമ്മ സാറേ, ഞാൻ എന്തൊരു വിഡ്ഢിയാ. ഇതെല്ലാം പ്രതാപവർമ്മ സാറിൻ്റെ വോട്ടുകളല്ലയോ നിൽക്കുന്നത്. അയ്യോ വോട്ട് ചോദിക്കാനൊന്നും അല്ല ഞാൻ നിങ്ങളെ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്.
ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു ഓണാഘോഷം. ഇത് എൻ്റെ മാത്രം ആഗ്രഹമല്ല, സൂര്യമംഗലത്തെ സരസ്വതി വർമ്മ തമ്പുരാട്ടിയുടെ ഒരു ആഗ്രഹവും കൂടെ. മനുഷ്യരെല്ലാം ഒരുപോലെ, കൂടപ്പിറപ്പുകളെ പോലെ, ഉറ്റമിത്രങ്ങളെ പോലെ ഒരേ മനസ്സോടെ ജീവിക്കണമെന്ന ആ പഴയ ചക്രവർത്തിയുടെ സ്വപ്നം. കൊച്ചമ്മണി പറയുക, എൻ്റെ പൊന്നു സാറേ, ഇന്ന് മനുഷ്യന് അങ്ങനെ വല്ലതും ഉണ്ടോ? 4-5 പേർ ഒന്നിച്ചു കൂടിയാലോ അഭിപ്രായ വ്യത്യാസവും കുതികാലി വെട്ടും തമ്മിത്തല്ലും കുരുതിയും പിന്നെ വെള്ളവടി, എല്ലാവർക്കും അവരവരുടെ കാര്യം, ഒരു സമത്വം ഇല്ലെന്നേ. ജയൻ ഇതൊക്കെ കേട്ടിട്ട് പറയുക, എൻ്റെ അമ്മയെ ഒന്നും മിണ്ടാതിരിക്ക്, അമ്മയുടെ കളിപ്പിള്ളയല്ല മുന്നിലിരിക്കുന്നത്, മിനിസ്റ്ററാ, മനസ്സിലായോ? അങ്ങനെയൊന്നും പറയണ്ട ജയ, ഞാനിപ്പോൾ മിനിസ്റ്ററായിട്ടല്ലല്ലോ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്, നിങ്ങളെപ്പോലെയുള്ളൊരു സാധാരണ ആളായിട്ട് മാത്രമാണ്. അയ്യോ, സാറെന്നെ ജയാന്നല്ലേ വിളിച്ചത്? അപ്പോൾ എൻ്റെ പേരൊക്കെ സാറിന് ഓർമ്മയുണ്ടോ? പിന്നില്ലാതെ. ഈ നിൽക്കുന്ന രാജു ആരാ? എൻ്റെ മാനസപുത്രനല്ലയോ? അത് അമ്പയ്യയ്ക്കും മകനും അങ്ങോട്ട് അത്രയ്ക്ക് സൂചിച്ചില്ല കേട്ടോ. അപ്പോൾ രാജുവിൻ്റെ ബന്ധുക്കളും എൻ്റെ ബന്ധുക്കൾ തന്നെ. ഇത് പ്രിയ, രാധമ്മ, രമ്യ, രുക്മിണി, ജയൻ. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, വേണുവേട്ടൻ എവിടെ രാധമ്മേ? അത് വേണുവേട്ടനൊരു യാത്ര പോയിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അംബികയുടെ മുഖം ഒന്ന് ചുളിയുന്നുണ്ട്. അയ്യോ, വേണുവേട്ടൻ ഇന്ന് ഇത് എവിടാ പോയത്? ഇന്നത്തെ ദിവസത്തോടെ വേണ്ടായോ? അച്ഛൻ വരുമെന്നാ പറഞ്ഞത് എന്ന് പ്രിയ പറയുന്നുണ്ട്. അപ്പോഴങ്ങോട്ട് സരസ്വതി തമ്പുരാട്ടി വരുന്നുണ്ട്. കൊച്ചമ്മണി പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, അയ്യോ സരസ്വതി തമ്പുരാട്ടിയൊന്നും അടിയാനൊന്നും ഒന്നും ഇല്ലമ്മേ, അതൊക്കെ അങ്ങ് 18-ാം നൂറ്റാണ്ടിലല്ലേ എന്നിങ്ങനെ സരസ്വതി അമ്മ പറയുന്നുണ്ട്. നമ്മളിവിടുന്ന് കൂടിയിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനും സമാധാനത്തോടെ ഇടപഴകാനും ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കാനും സന്തോഷത്തോടെ പിരിയാനുമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സത്യത്തിൽ ഓണം. മലയാളികളുടെ സംസ്കാരമാണ് ഓണാഘോഷം. ഈ ദിവസമെങ്കിലും നമുക്ക് പരസ്പരം പലതും മറന്ന് ഒന്നാകണം. രമ്യയ്ക്കും രുക്മിണിക്കും അംബികയ്ക്കും ദീപക്കിനും മാത്രം അതൊന്നും അങ്ങോട്ട് സൂചിച്ചില്ല. പ്രതാപ, ഇനി എല്ലാവർക്കും ഓണത്തിൻ്റെ സന്ദേശം കൊടുക്ക്, എന്നിട്ട് നമുക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കാം. പ്രതാപൻ പറയുന്നു, പ്രത്യേകിച്ച് സന്ദേശമായിട്ട് പറയാനൊന്നുമില്ല. കാലം കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് മഹാബലിയുടെ ഭരണകാലത്തെ ആ നല്ല ഓർമ്മകൾ. നമ്മളെല്ലാവരും ഒന്നാണെന്ന്, ആ ഒരു സന്ദേശം. അതെ, നാം എല്ലാവരും ഒന്നാണ്. എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവരോടും എൻ്റെ സ്നേഹത്തോടെയുള്ള നന്ദി. ഈ ഓണം എന്നും നമ്മുടെ സ്മരണകളിൽ ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. രാജു, ഇനി എല്ലാവർക്കും ഓണക്കോടി കൊടുക്കണ്ടേ? ഓണക്കോടിയും സ്വർണ്ണ നാണയമൊക്കെ എടുത്തോണ്ട് വാ. ജയനും കൊച്ചമ്മണിക്കും ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. കൊച്ചമ്മണി മനസ്സിൽ പറയാ, ദൈവമേ, സ്വർണ്ണ നാണയം ഒരു പിടി ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ആദ്യം പ്രതാപൻ കൊച്ചമ്മണിക്ക് പുത്തൻകോടി കൊടുക്കുന്നു, അമ്മ തമ്പുരാട്ടി സ്വർണ്ണ നാണയവും കൊടുക്കുന്നു. അങ്ങനെ അവിടെ പ്രതാപൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും അവിടുത്തെ കുടുംബാംഗങ്ങൾക്കും പുതുവസ്ത്രവും സ്വർണ്ണ നാണയവും കൊടുക്കുന്നുണ്ട്. അംബികയും ദീപക്കൂടെ രമ്യയെയും രുക്മിണിയെയും ജയനെയും പ്രിയയൊക്കെ വിളിച്ച് ദൂരെ മാറി നിന്ന് സംസാരിക്കുവാണ്. അംബിക പറയുന്നത്, നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചാലേ എന്തെങ്കിലും ഗൂഢാലോചനയാണെന്ന് അവർ തെറ്റിദ്ധരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുന്നത്. പ്രിയ ആ കൊട്ടാരമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നു, അയ്യോ എന്ത് നല്ല ഭംഗിയുള്ള വീട്. അത് കാണുമ്പോൾ അംബികയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ജയൻ പറയുന്നത്, അയ്യോ എടി പ്രിയേ, വീട് കാണാനാണോ നീ ഇങ്ങോട്ട് വന്ന്? മേഡം കാര്യം പറ മേഡം. രുക്മിണി, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ രമ്യയ്ക്കൊരു കുഴപ്പമുണ്ട്, വീണ്ടും വിചാരമില്ലായ്മ, എടുത്തുചാട്ടവും കുറച്ച് അഹങ്കാരവും. ജയൻ പറയാ, അയ്യോ അങ്ങനെയൊന്നും ഇല്ല അംബിക മേഡം, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. രമ്യ പറയുക, അംബിക മേഡം ഇങ്ങനെ കുറ്റപ്പെടുത്താതെ കാര്യം എന്താണെന്ന് വെച്ച് പറ. എന്നാലേ രാജുവും രമ്യയും കൂടെയുള്ള വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളെ ഈ 2 കുടുംബം അല്ലാതെ മൂന്നാമതൊരു കുടുംബം അറിയാൻ പാടില്ല, പ്രത്യേകിച്ചും പ്രതാപൻ. അറിഞ്ഞാൽ ഇത് സത്യമായിട്ട് ഈ കല്യാണം നടക്കില്ല. ഞാൻ വേണേൽ നിങ്ങൾക്ക് എഴുതി വെച്ച് തരാം. അതിന് പ്രിയ പറയാം, അത് മേഡം നമ്മളങ്ങ് രഹസ്യമായിട്ട് വെച്ചാൽ പോരെ? അതെ, അത് തന്നെ പറയുന്നത്, നിങ്ങളിത് രഹസ്യമായിട്ട് തന്നെ വെക്കണമെന്ന്. അതുകൊണ്ട് തമാശയായിട്ട് പോലും മറ്റൊരാളുടെ ചെവിയിൽ നിങ്ങളിത് എത്തിക്കരുത് എന്നും പറഞ്ഞ് അംബികയെ അവരെയൊക്കെ സമ്മതിപ്പിക്കുന്നുണ്ട്. കൊച്ചമ്മണിയാണെങ്കിൽ വർമ്മ സാറിൻ്റെയും അമ്മ തമ്പുരാട്ടിയുടെയൊക്കെ മുന്നിൽ നിന്ന് അങ്ങോട്ട് ഓണപ്പാട്ടുകൾ പാടുവാണ്. ആദിയും വ്യാധിയും ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾക്കാനില്ല എന്നൊക്കെ അങ്ങോട്ട് തകർത്ത് പിടിച്ച് പാടുവാണ്. അങ്ങനെ കൊച്ചമ്മയുടെ ആ പാട്ടിന് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചമ്മണി അവരോടൊക്കെ പറയുന്നു, അല്ല ഒരു കാര്യം വിട്ടുപോയല്ലോ, ഓണമാകുമ്പോൾ ഒരു മാവേലി വേണ്ടേ? അത് ശരിയാ, പ്രതാപനും അമ്മ തമ്പുരാട്ടിയും പറയുന്നുണ്ട്. രാധമ്മയും രുക്മിണിയും പറയുന്നുണ്ട്, ശരിയാ, ആരാ ഇപ്പം മാവേലി വേഷം കെട്ടുന്നത്? അംബിക പറയുക, പെണ്ണുങ്ങൾക്ക് ഏതായാലും മാവേലി വേഷം കെട്ടാൻ പറ്റില്ലല്ലോ, ആണുങ്ങൾ തന്നെ വേണ്ടേ അതിന്. രമ്യ പറയുക, അതിന് ജയൻ ചേട്ടൻ പറ്റിയതാണ്.
അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ജയനെ നോക്കുവാണ്. പെട്ടെന്ന് കൊച്ചമ്മണി പറയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഇവൻ്റെ ഈ ഊത്ത വയറ് മാവേലിയായിട്ട് വേഷം കെട്ടാൻ പറ്റിയത് തന്നെ. അമ്മേ, വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്നും പറഞ്ഞങ്ങോട്ട് ജയൻ പറയുമ്പോൾ എല്ലാവരും ചിരിക്കുവാണ്. പ്രതാപൻ പറയുന്നു, അതിനെന്താ, നമുക്ക് തർക്കം വേണ്ടല്ലോ, നമുക്ക് നറുക്കിടാം, നറുക്ക് വീഴുന്ന ആൾ മാവേലിയാവും. ശേഖരനും പറയുന്നു, അത് ശരിയാ ചേട്ടാ, നല്ല കാര്യം. മോളെ അപ്പു, എളുപ്പം നറുക്കെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്ക്. അങ്ങനെ അപ്പു പേരെഴുതി എല്ലാവരുടെയും കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പ്രതാപനൊഴികെ ബാക്കി എല്ലാവരുടെയും പേരിതിലുണ്ടാവും. അവരുടെ പേരാരാണോ വീഴുന്നത് അവരാണ് മാവേലി എന്നിങ്ങനെ സരസ്വതി അമ്മ പറയുമ്പോൾ പെട്ടെന്ന് ദീപക്ക് പറയാം, എൻ്റെ പേരൊന്നും എഴുതണ്ട, എന്നെ അതിനൊന്നും കിട്ടത്തില്ല മാവേലി വേഷം കെട്ടാനൊന്നും. ശേഖരൻ പറയുന്നു, അതെന്താടാ, നീ ആണല്ലയോ. അങ്ങനെ അപ്പു നറുക്കെടുക്കുമ്പോൾ കിട്ടുന്ന പേര് ജയൻ്റെയാണ്. അയ്യോ, മാവേലി വേഷം കെട്ടി ഞാൻ നാണം കടയേണ്ടി വരുമല്ലോ എന്നിങ്ങനെ ജയൻ പറയുന്നുണ്ട്. വെളിയിൽ ഊഞ്ഞാലാടുവാണ്. രാധമ്മ രമ്യ ഇരുത്തി ഇങ്ങനെ ആട്ടുവാണ്. രാധമ്മ കടന്ന് ബഹളം വെച്ച് കരയും. അയ്യോ മതിമോളെ, എനിക്ക് തല ചുറ്റുന്നു, വേണ്ട വേണ്ട എന്നൊക്കെ രാധമ്മ പറഞ്ഞിട്ടും രമ്യ ഇങ്ങനെ ഊഞ്ഞാലാട്ടുവാണ്. അത് കണ്ടുകൊണ്ട് ഓടി വരുന്നുണ്ട് നമ്മുടെ ഋതിക. അയ്യോ ഞാൻ നിർത്തിത്തരാം എന്നും പറഞ്ഞ് ഋതിക വന്ന് പെട്ടെന്ന് രാധമ്മയുടെ ഊഞ്ഞാൽ പുറകെ കൂടെ നിർത്തുന്നുണ്ട്. രാധമ്മ ദേഷിച്ച് ഋതികയൊന്ന് നോക്കിയിട്ടങ്ങ് പോവാണ്. ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും ഭയങ്കര അപമാനമാണ് ഋതികയ്ക്കുണ്ടായത് എല്ലാവരുടെയും മുന്നിൽ. ഋതിക ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴങ്ങോട്ട് നമ്മുടെ വേണുവേട്ടൻ വരുന്നുണ്ട്. ആ വേണുവേട്ടൻ വന്നല്ലോ എന്നും പറഞ്ഞ് രാധമ്മ വേണുവേട്ടൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്താ വേണുവേട്ട ഇത്രയും താമസിച്ചത്? അത് രാധമ്മ, ഞാനൊരു കാര്യത്തിന് പോയതല്ലയോ, ആ കാര്യം സാധിക്കാതെ എളുപ്പം തിരിച്ചു വരാൻ പറ്റുമോ? വർമ്മസാർ വേണുവേട്ടനെ തിരക്കിയിരുന്നു. ഞാൻ അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് വേണുവേട്ടൻ വർമ്മസാറിനെ കാണാനായിട്ട് പോവുകയാണ്. അല്ല, വേണുവേട്ടൻ എന്താ ഇത്രയും താമസിച്ചിരുന്നത്? ഇതുവരെ എവിടായിരുന്നു? അത് ഞാൻ ഒരിടം വരെ പോയിരിക്കുമായിരുന്നു എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റത്തുള്ളല്ലോ വേണുവേട്ടന്. രാജുവിനോട് പറയുന്നുണ്ട്, വേണുവേട്ടനുള്ള വസ്ത്രം ഇങ്ങനെ എടുത്തുകൊണ്ട് വാ. അങ്ങനെ രാജു കൊണ്ടുവന്ന വസ്ത്രം കൊടുക്കുമ്പോൾ പ്രതാപൻ ആ വസ്ത്രം വേണുവേട്ടന് കൊടുക്കുകയും സരസ്വതി അമ്മ സ്വർണ്ണ നാണയം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ മഹാബലിയായിട്ട് വേഷമൊക്കെ കെട്ടി ഓലക്കടയൊക്കെ ചൂടി വരുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം ചിരിയാണ്. വേണുവേട്ടൻ പറയാ, ഇവൻ ഈ വേഷം കറക്റ്റാ, കള്ളുമാട്ടം പോലത്തെ ഇവൻ്റെ ഈ വയറും ആ മോന്തയും. പക്ഷേ സ്വഭാവം മാവേലിയുടെ നേരെ ഓപ്പോസിറ്റും. മാവേലി ദാനശീലനായിരുന്നു, പക്ഷെ ഇവൻ നെറ്റിയിൽ പോറാൻ പോലും 10 പൈസ ഇവൻ ആർക്കും കൊടുക്കത്തില്ല. അതൊക്കെ പോട്ടെ, ഇനി അടുത്ത പരിപാടി എന്തുവാ? അടുത്ത പരിപാടി കസേരക്കളിയെ എന്നിങ്ങനെ രാജു പറയുന്നുണ്ട്. അയ്യോ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല എന്ന് ജയൻ പറയുമ്പോൾ ശേഖരൻ പറയുന്നു, അതിനെന്താ, മാവേലി കളിക്കണ്ട, മാവേലിയാണ് കസേരക്കളിയുടെ ജഡ്ജ്. എന്നാൽ ആരൊക്കെയാ കസേരക്കളിക്ക് റെഡിയായിരിക്കുന്നത് എന്ന് രാജു ചോദിക്കുമ്പോൾ വർമ്മ പറയുന്നു, ഞാനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാവരും കളിക്കും. അപ്പോഴേക്കും നമ്മുടെ വേണുവേട്ടൻ പറയാം, അയ്യോ ഞാനുണ്ടേ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ജയൻ മണിയൊക്കെ കിലുക്കി കസേര കളിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രിയോട് പറയും, എടി കസേര നോക്കി ഇരുന്നോണേ എന്നും പറഞ്ഞ് അവിടെ കസേരക്കളി നടക്കുവാണ്. അംബികയും മകനും രുക്മിണിയും രാധമ്മയും കസേരക്കളിയിൽ ചേർന്നിട്ടില്ല. അവരിങ്ങനെ നോക്കി നിൽക്കുവാണ്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമ്മുടെ യാമിനി ഔട്ടായി. അതാ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മുടെ വേണുവേട്ടനും ഔട്ടായി. അങ്ങനെ കളി പുരോഗമിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ രാജുവും രമ്യയും ഋതികയാണ് ഓടുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാൻ. ആ റൗണ്ടിൽ രമ്യയും ഔട്ടായി. ഇനി രാജുവും ഋതികയും തമ്മിലാണ് ഓടുന്നത്. രമ്യ ഔട്ടായപ്പോൾ നമ്മുടെ അംബികയുടെ മുഖം അങ്ങ് വാടി. അതുപോലെ തന്നെ രുക്മിണിയുടെയും രമ്യയും ഇങ്ങനെ നാണിച്ച് നിൽക്കുവാണ്. രാജുവും ഋതിയും ഇങ്ങനെ സന്തോഷത്തോടെ മത്സരിച്ച് ഓടുവാണിങ്ങനെ. അതാ നമ്മുടെ ഋതിയെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജു ഒന്നാമതായി വിജയിച്ചിരിക്കുവാണ്. അങ്ങനെ അവിടെ പൊട്ടിച്ചിരിയും കയ്യടിയും ആകെ സന്തോഷം. പ്രതാപൻ ഉടനെ തന്നെ രാജുവിനെ അടുത്തോട്ട് വിളിച്ചിട്ട് പ്രതാപൻ്റെ കയ്യിൽ കിടന്ന ഒരു നല്ല മോതിര ഊരി അങ്ങോട്ട് രാജുവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുവാണ്. ജയിച്ച ആളിന് സമ്മാനം കൊടുക്കണ്ടേ, ഇതാണ് നിൻ്റെ സമ്മാനം. രാജു ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ അതിശയിച്ച് നോക്കുവാണ്. ഇത്രയും വലിയ സമ്മാനമാണോ എനിക്ക് തരുന്നത്? അത് കാണുമ്പോൾ രാധമ്മയ്ക്കും ഭയങ്കര സന്തോഷം. ഋതികയുടെ സന്തോഷം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഋതിക അത് കണ്ടങ്ങ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ മതിമറന്ന് നിൽക്കുവാണ്. ഈ രംഗം കാണാനുള്ള ശക്തി ഞങ്ങൾക്കില്ല, ഭൂമി വളർന്നങ്ങ് താഴോട്ട് പോയാൽ മതിയായിരുന്നു, ഇതിലും ഭേദം എന്നും പറഞ്ഞാണ് അംബികയും മോനും അവിടെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ ഓണാഘോഷ പരിപാടികൾ അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എന്തൊക്കെ പരിപാടികളാണ്, അതിനുശേഷം സദ്യയാണ്, സദ്യ കഴിഞ്ഞ് എന്തൊക്കെയാണെന്നുള്ളതും, അതിനുശേഷം മുഖ്യമായ കാര്യം നമ്മുടെ രാജുവിൻ്റെയും ഋതികയുടെയും വിവാഹക്കാര്യം നമ്മുടെ വേണുവേട്ടനെടുത്ത് അവതരിപ്പിക്കുമോ എന്നുള്ളതൊക്കെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.